ഇനി യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രം ഒതുങ്ങില്ലേ? പശ്ചിമേഷ്യയിൽ അതിവേഗം മാറുന്ന സംഭവ വികാസങ്ങൾ ലോകത്തെ അതേ ചോദ്യം ഉന്നയിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ഇതുവരെ മുന്നറിയിപ്പുകളിലും പരസ്പര ഭീഷണികളിലും ഒതുങ്ങിയിരുന്ന ഏറ്റുമുട്ടൽ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും നിർണായക സൈനിക താവളങ്ങളിലേക്ക് എത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈത്തിലും ഖത്തറിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന പ്രഖ്യാപനത്തോടെ ഗൾഫ് മേഖലയിലെ സുരക്ഷാ കണക്കുകൂട്ടലുകൾ തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഇതൊരു സാധാരണ ഡ്രോൺ ആക്രമണമാണോ, അതോ അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിനെതിരായ പുതിയ വെല്ലുവിളിയുടെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഇത് വെറുമൊരു ആക്രമണം എന്നതിലുപരി അമേരിക്കയുടെ മേഖലാപരമായ സൈനിക ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന നീക്കമായാണ് പല പ്രതിരോധ വിദഗ്ധരും ഇതിനെ വിലയിരുത്തുന്നത്. ഇനി അമേരിക്കയുടെ മറുപടി എത്ര കടുത്തതായിരിക്കും? ഗൾഫ് മേഖലയിലുള്ള മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങളും അടുത്ത ലക്ഷ്യങ്ങളാകുമോ? അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യ മാത്രം ഒതുങ്ങാതെ ഒരു ബഹുരാഷ്ട്ര യുദ്ധത്തിനുള്ള തുടക്കമാകുമോ? കുവൈത്തിലും ഖത്തറിലും ഉണ്ടായതായി ഇറാൻ അവകാശപ്പെടുന്ന ഈ ഡ്രോൺ ആക്രമണം ഒരു സൈനിക വാർത്ത മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം നിർണയിച്ചേക്കാവുന്ന നിർണായക സംഭവമായി മാറുകയാണ്. ഇറാനിയൻ സൈന്യം പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരിൽ തുടരുന്ന പ്രതികാര സൈനിക നടപടികളുടെ 25ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കുവൈറ്റിലെ ക്യാമ്പ് ഉദൈരിയിലുള്ള അമേരിക്കൻ സൈനിക ഉപകരണ വെയർഹൌസുകളും അരിഫ്ജാൻ ക്യാമ്പിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഖത്തറിലെ ദോഹ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ താവളങ്ങളും അരഷ് ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. ആധിപത്യം പുലർത്തുന്ന ശത്രുവിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നത് തുടരുമെന്നും ഇറാനിയൻ സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല മുന്നറിയിപ്പുകൾക്കുള്ള പ്രതികരണമായിരുന്നു. ട്രംപിന്റെ ഭീഷണികൾ ഇറാനെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് ജനങ്ങളുടെയും സായുധ സേനയുടെയും പ്രതിരോധ മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയുടെ ഓരോ സമ്മർദ്ദവും ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന സന്ദേശമാണ് സൈനിക നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഇറാനെതിരായ ഏതൊരു പുതിയ സൈനിക നീക്കവും അമേരിക്കയ്ക്ക് കൂടുതൽ തന്ത്രപരമായ തിരിച്ചടികൾ സമ്മാനിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇതിന് തൊട്ടുമുമ്പ് ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന്റെ 24ാം ഘട്ടത്തിലും ഇറാൻ ബഹ്റൈനിലെയും ജോർദാനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, വലിയ സൈനിക ഉപകരണ വെയർഹൌസുകൾ, താമസ മേഖലകൾ എന്നിവയ്ക്കൊപ്പം ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമതാവളത്തിലെ വിമാന ഹാങ്കറുകളും അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. ANI റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏറ്റവും പുതിയ പ്രസ്താവനയിൽ ഈ ആക്രമണങ്ങളിൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം, കുവൈത്തിലെ MQ-9 റീപ്പർ ഡ്രോൺ ഡിപ്പോ, ജോർദാനിലെ താർ റഡാർ സംവിധാനം എന്നിവയ്ക്ക് നാശനഷ്ടം ഉണ്ടായതായും ഇറാൻ പറയുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കുവൈത്തും ഖത്തറും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക തന്ത്രത്തിലെ നിർണായക കേന്ദ്രങ്ങളാണ്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അമേരിക്കയുടെ മേഖലയിലെ ഏറ്റവും വലിയ വ്യോമസേന താവളങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കുവൈത്തിലെ ക്യാമ്പ് അരിഫ്ജാനും മറ്റ് സൈനിക കേന്ദ്രങ്ങളും ഇറാഖ്, സിറിയ, ഗൾഫ് മേഖല എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളുടെ പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നു എന്ന അവകാശവാദം ശരിയാണെങ്കിൽ അത് അമേരിക്കയുടെ മേഖലാപരമായ സൈനിക സാന്നിധ്യത്തെ വെല്ലുവിളിക്കുന്ന വലിയ നീക്കമായിരിക്കും. അരഷ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇറാന്റെ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ ശ്രേണിയിലെ പ്രധാന മോഡലുകളിൽ ഒന്നാണ് അരഷ്. കുറഞ്ഞ ചെലവിൽ ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ സമീപകാല വർഷങ്ങളിൽ ഇറാൻ സൈനിക തന്ത്രത്തിന്റെ പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ വലിയ നിക്ഷേപം നടത്തിയ ഇറാൻ പരമ്പരാഗത വ്യോമസേനയുടെ പരിമിതികൾ മറികടക്കാൻ ഇത്തരം സംവിധാനങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇറാന്റെ പ്രതികാര നടപടികൾ വെറും സൈനിക ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മേഖലയിലെ സൈനിക സാന്നിധ്യം കൂടുതൽ ചെലവേറിയതും സങ്കീർണവുമാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പിന്തുടരുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, പ്രോക്സി സായുധ സംഘങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ സമ്മർദ്ദ തന്ത്രമാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. യുദ്ധകാല സാഹചര്യങ്ങളിൽ ഇരുപക്ഷവും വിവരയുദ്ധം ശക്തമായി ഉപയോഗിക്കുന്നതിനാൽ ഇത്തരം അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ ജാഗ്രതയോടെയാണ് വിലയിരുത്തേണ്ടത്. എങ്കിലും ഇറാൻ തുടർച്ചയായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ പരസ്യമായി ലക്ഷ്യമിടുന്നതായി പ്രഖ്യാപിക്കുന്നത് തന്നെ മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിന്റെ സൂചനയായാണ് സുരക്ഷാ വിദഗ്ധർ കാണുന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയുടെ പ്രധാന സൈനിക താവളങ്ങൾ അവരുടെ ഭൂപ്രദേശത്തായതിനാൽ പ്രാദേശിക സംഘർഷം നേരിട്ട് അവരുടെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, കയറ്റുമതി പാതകൾ, തുറമുഖങ്ങൾ, വ്യോമഗതാഗതം എന്നിവയിലും ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തുറന്ന പോരാട്ടം വെറുമൊരു പ്രാദേശിക തർക്കത്തിനപ്പുറം ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു വൻദുരന്തത്തിന്റെ മുന്നോടിയായി മാറിക്കഴിഞ്ഞു. നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു പോവുകയും
തോക്കുകളുടെയും മിസൈലുകളുടെയും ഭാഷ മാത്രം മുഴങ്ങുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ ലോകം തന്നെയാണ്. ഭയത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ഈ അസ്ഥിരതയ്ക്ക് എപ്പോഴാണ് ഒരു അവസാനം ഉണ്ടാകുക? വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതികാര നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ആ വലിയ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. അതേസമയം പ്രതിസന്ധികളുടെ ഈ കറുത്ത മേഘങ്ങൾക്കിടയിലും സംയമനത്തിന്റെയും നയതന്ത്ര ചർച്ചകളുടെയും ചെറിയൊരു വെളിച്ചം ഇപ്പോഴും ബാക്കിയുണ്ട്. യുദ്ധത്തിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞ് ഇരുപക്ഷവും വിദ്വേഷത്തിന്റെ വാളുകൾ താഴ്ത്തിവെച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. പരസ്പരമുള്ള പോർവിളികൾ അവസാനിപ്പിച്ച് മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയാൽ മാത്രമേ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ സുരക്ഷിതമായ ഒരു നാളെ ഉറപ്പിക്കാൻ കഴിയൂ. കാരണം വിനാശമല്ല, സമാധാനമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വിജയം.